പലസ്തീൻ ഐക്യദാർഢ്യ സംഘവുമായി മുസ്ലിം ലീഗും സമസ്തയും. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഗാസ ഐക്യദാർഢ്യ സംഗമം ഇന്ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കും. സമസ്തയുടെ വിദ്യാർത്ഥി ഭാഗമായ SKSSF 29 മലപ്പുറത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും സംഘടിപ്പിക്കും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, പലസ്തീൻ ഐക്യദാർഢ്യ സംഘവുമായി മുസ്ലിം ലീഗും സമസ്തയും ചേർന്നിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സംഗമം ഇന്നാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് അരുണിമ. നമുക്കറിയാം, ഗാസയിൽ വലിയൊരു മനുഷ്യക്കുരുതി തന്നെയാണ്, കൂട്ടക്കുരുതി തന്നെയാണ്, വംശഹത്യ തന്നെയാണ് നടക്കുന്നത്. ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഗാസയിലെ നിരപരാധികളായ പിഞ്ചുകുട്ടികളെ അടക്കം കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഇന്ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് മനുഷ്യ മഹാസംഗമം എന്ന പേരിൽ ഗാസ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുന്നത്. അതിനകത്ത് 10,000-കണക്കിന് പ്രവർത്തകർ അണിനിരക്കുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് വ്യക്തമാക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് മുസ്ലിം ലീഗിന്റെ പരിപാടിയുള്ളത്. അത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി ദേശീയ ചെയർമാനുമായിട്ടുള്ള പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അത് ഉദ്ഘാടനം ചെയ്യുക. ഇതിൽ മുഖ്യാതിഥിയായി ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡർ അബ്ദുള്ള മുഹമ്മദ് അബു സാവേഷ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള വെങ്കടേഷ് രാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, വിവിധ സാമുദായിക നേതാക്കൾ, അതിനകത്ത് തന്നെ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ, ഒപ്പം തന്നെ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഫാദർ തോമസ് തറയിൽ, ഫാദർ പോൾ തേലക്കാട്ട്, ഒപ്പം തന്നെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവി അടക്കമുള്ള വിവിധ സാമുദായിക സംഘടനകളുടെ നേതാക്കൾ അതിൽ അണിനിരക്കും. ഈ പലസ്തീനിൽ, പ്രത്യേകിച്ച് ഗാസയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള ഒരു മനുഷ്യ മഹാസംഗമമായി അതിനെ മാറ്റുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യമിടുന്നത്. നേരത്തെയും മുസ്ലിം ലീഗും സമസ്തയും കോഴിക്കോട് കടപ്പുറത്ത് വലിയ രീതിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ, മഹാറാലികൾ സംഘടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ലക്ഷത്തോളം പ്രവർത്തകരെ അണിനിരത്തി, ലക്ഷത്തിലധികം പ്രവർത്തകരെ അണിനിരത്തി മുസ്ലിം ലീഗും പിന്നീട് സമസ്തയും ഒക്കെ, മുസ്ലിം പണ്ഡിത സഭയായിട്ടുള്ള സമസ്തയും ഒക്കെ ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ മുസ്ലിം ലീഗിന്റെ മനുഷ്യ മഹാസംഗമത്തിന് പിന്നാലെ ഇന്നലെയാണ് സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF അവരും പലസ്തീൻ ഐക്യദാർഢ്യ സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചത്. 29-ന് തിങ്കളാഴ്ചയാണ് SKSSFന്റെ പരിപാടി മലപ്പുറത്ത് നടക്കുന്നത്. മലപ്പുറം വാരിയംകുന്നത്ത് ഹാളിലാണ്, അവിടെയാണ് ഈ ഒരു പരിപാടി അവർ സംഘടിപ്പിക്കുന്നത്. അതിൽ തന്നെ വാരിയംകുന്നത്ത് ടൗൺ ഹാൾ, അവിടെയാണ് ഈ ഗസയിലെ ഇസ്രായേൽ കൂട്ടക്കുരുതിക്കെതിരെയുള്ള ഒരു വലിയ രീതിയിലുള്ള സംഗമം നടക്കുന്നു. ഒപ്പം തന്നെ പ്രാർത്ഥനാ സദസ്സും അതിൻ്റെ ഭാഗമായി, ഈ ഗസയിലെ പീഡിതർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ സദസ്സും അതിൻ്റെ ഭാഗമായി നടക്കുമെന്ന് SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ 2 പ്രധാനപ്പെട്ട സംഘടനകൾ, അതിൽ തന്നെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗ്, മറ്റൊന്ന് മുസ്ലിം പണ്ഡിത സംഘടനയായിട്ടുള്ള സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSFും ഈ ഒരു കേരളത്തിൽ ഈ ഗസയിലെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഐക്യദാർഢ്യ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിൽ വിവിധ തരത്തിലുള്ള മനുഷ്യരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. അരുണിമ. ശരി, പലസ്തീൻ ഐക്യദാർഢ്യ സംഘവുമായി മുസ്ലിം ലീഗും സമസ്തയും രംഗത്ത് വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഗാസ ഐക്യദാർഢ്യ സംഗമമാണ് ഇന്ന് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുക. സമസ്തയുടെ വിദ്യാർത്ഥി ഭാഗമായ സംഘടനയാണ് മലപ്പുറത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും സംഘടിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.